കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന് സൂചന നൽകിയെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലെന്നത് മനസ്സിലാക്കണമെന്നായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. I'd also like to thank all the voters who supported us. Many people who are in the LDF supported us. So I'd like to thank every single person who supported me in my candidature. പ്രതിസന്ധി കാലഘട്ടത്തിൽ ചേർത്തുപിടിച്ച വയനാട്ടുകാരുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പിനും അതീതമാണ്. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിച്ച രാഹുൽ റായ്ബറേലിയോ വയനാടോ എന്നത് തീരുമാനിച്ചില്ലെന്നും കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കി. Wayanad or Raebareli. Everybody knows the answer to this question except myself. You know, in politics, everybody knows everything except the person who's doing it. Don't worry. Both Raebareli and Wayanad will be very happy with my decision. ഭരണഘടന തിരുത്തിയെഴുതാൻ 400-ലധികം സീറ്റെന്ന മുദ്രാവാക്യമുയർത്തിയ മോദി ഒടുവിൽ ഭരണഘടനയെ തൊട്ടു വണങ്ങുന്ന കാഴ്ച കാണാനായെന്ന് പ്രതികരിച്ച രാഹുൽ BJPയെയും കടന്നാക്രമിച്ചു. They attack the constitution when they make one community fight with another community. They attack the constitution when they try to impose one idea, one language, one culture on this country. That they will destroy this constitution, change this constitution, throw this constitution in the rubbish bin. ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ വയനാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലെന്നും മണ്ഡലം വിട്ടുപോകുന്നതിൽ സങ്കടമുണ്ടെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. പക്ഷേ വയനാട് വിട്ടുപോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അടുത്ത് ദുഃഖം കളഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നോ എന്നൊരു ഫീലിംഗ് ആണ്. വയനാട് മണ്ഡലം വിട്ടു പോകരുതെന്നും പ്രിയങ്കയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുമുള്ള പ്ലക്കാർഡുകളുമായാണ് പൊതുസമ്മേളന സദസ്സിൽ UDF പ്രവർത്തകർ കൽപ്പറ്റയിലെത്തിയത്. റിപ്പോർട്ടർ, വയനാട്.